ഹായ് ഓൾ, കെമിസ്ട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ ബാലൻസ് പോർഷനാണ്, അതായത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലും ക്വാണ്ടം നമ്പേഴ്സും. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ എന്താണ് ആറ്റം എന്ന് പറഞ്ഞു, ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ ഒക്കെ പറഞ്ഞു. പിന്നെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റി പഠിച്ചു. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അവരെങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ഏതൊക്കെ എക്സ്പെരിമെൻ്റ് വഴിയാണ് കണ്ടുപിടിച്ചതെന്ന് പഠിച്ചു. പിന്നെന്താ പഠിച്ചേ? യെസ്, ആറ്റം മോഡൽസിനെ പറ്റി പഠിച്ചു. തോംസൺ മോഡൽ ഓഫ് ആറ്റം ഉണ്ടായിരുന്നു, റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം ഉണ്ടായിരുന്നു, ബോർ മോഡൽ ഓഫ് ആറ്റം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഓരോ ഡ്രോബാക്സ് ഉണ്ട്. ആ ഡ്രോബാക്സിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുതിയ പുതിയ മോഡൽസ് വന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോർ മോഡൽ ഓഫ് ആറ്റം വരെയാണ് പഠിച്ചു നിർത്തിയത്. ബോർ മോഡലും അതിൻ്റെ ഡ്രോബാക്സുമാണ് പഠിച്ചു നിർത്തിയത്. സോ പ്രധാനപ്പെട്ട 2 ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു ബോർ മോഡലിൻ്റെ? യെസ്, ഇത് ഡ്വൽ ബിഹേവിയർ ഓഫ് മാറ്റർ കൺസിഡർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഹെയ്സൻബർഗ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുവന്ന പുതിയൊരു മോഡലാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് ഡ്വൽ ബിഹേവിയർ ഓഫ് മാറ്റർ എന്നും അതുപോലെ എന്താണ് ഹെയ്സൻബർഗ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ എന്നും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഡ്വൽ ബിഹേവിയർ ഓഫ് മാറ്റർ, നമ്മൾ ഡ്വൽ ബിഹേവിയർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പറഞ്ഞിരുന്നു അല്ലേ? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ്. സോ അവർക്ക് വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതോടൊപ്പം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പോലെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പോലെയുള്ളവ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു പാർട്ടിക്കിൾ നേച്ചറും കൂടെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പാർട്ടിക്കിൾ നേച്ചർ പറയുന്ന തിയറി ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? യെസ്, പ്ലാങ്ക് ക്വാണ്ടം തിയറിയാണ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഡ്വൽ ബിഹേവിയർ ഓഫ് മാറ്റർ ആണ്. അതായത് മാറ്ററിന് ഓൾറെഡി പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്. അപ്പം മാറ്ററിന് എന്ത് നേച്ചറും കൂടെ കാണിക്കുന്നുണ്ട്? വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ്, ലൈക്ക് റേഡിയേഷനെ പോലെ വേവ് ലൈക്ക് പ്രോപ്പർട്ടീസും ആര് കാണിക്കുന്നുണ്ട്? മാറ്റർ കാണിക്കുന്നുണ്ട്. ഇത് പ്രപ്പോസ് ചെയ്തത് ഡെബ്രോയി എന്ന് പറഞ്ഞിട്ടൊരു സയൻറ്റിസ്റ്റാണ്. ഓക്കെ, പ്രപ്പോസ് ദാറ്റ് ലൈക്ക് റേഡിയേഷൻ മാറ്റർ ഓൾസോ എക്സിബിറ്റ് ഡ്വൽ ബിഹേവിയർ. അതായത് മാറ്ററിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്? ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സിബിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആള് മൈക്രോസ്കോപ്പിക് ലെവലിലായിരിക്കണം. ഇപ്പോൾ നമ്മളൊക്കെ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നമ്മൾ പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്ന ആളുകളാണ്. അതിൻ്റെ കൂടെ നമുക്ക് വേവ് അസോസിയേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടാവുന്നുണ്ട്, പക്ഷേ അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഇലക്ട്രോൺ പോലെയുള്ള മൈക്രോസ്കോപ്പിക്കലി ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് നമുക്ക് പാർട്ടിക്കിൾ നേച്ചറും കാണാൻ പറ്റും, അതുപോലെ വേവ് ലൈക്ക് പ്രോപ്പർട്ടീസും അവർക്ക് കാണാൻ പറ്റും. സോ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, വേവ് ലെങ്ത് ആണ് ലാംഡ, ഇക്വേഷൻ എന്ന് പറയുന്നത് h/mv ആയിരിക്കും. h എന്താണെന്ന് ഓർമ്മയുണ്ടോ? യെസ്, പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് h എന്ന് പറയുന്നത്. എച്ചിൻ്റെ വാല്യൂ 6.6 × 10⁻³ ജൂൾ/സെക്കൻഡ് ആണ് വരുന്നത്. അപ്പോൾ ലാംഡ =h/mv എന്ന് പറയുന്നതാണ് വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ. ആൻഡ് മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റം ആണെന്നറിയാം. മൊമെൻറ്റം ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ p. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ ഡെബ്രോയി ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഇത് ക്ലിയർ ആണല്ലോ? ഹെയ്സൻബർഗ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ സൈമിൾട്ടേനിയസ്ലി ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് എക്സാക്ട് മൊമെൻറ്റം ഓഫ് എ മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ. അതായത് ഒരു മൂവിങ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സാക്ട് പൊസിഷനും എക്സാക്ട് മൊമെൻറ്റവും നമുക്ക് സൈമിൾട്ടേനിയസ്ലി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അഥവാ നമ്മളങ്ങനെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എക്സാക്റ്റ് ആയിരിക്കത്തില്ല. അതിലെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് Δx × Δp > h/4π എന്നാണ്. അങ്ങനെ നമ്മൾ ഒരേ സമയം കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അൺസർട്ടൈനിറ്റികളുടെ പ്രൊഡക്റ്റ് > h/4π ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, Δx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസർട്ടൈനിറ്റി ഇൻ പൊസിഷനാണ്. Δp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസർട്ടൈനിറ്റി ഇൻ മൊമെൻറ്റം ആണ്. ആൻഡ് നമുക്ക് ഈ മൊമെൻറ്റത്തിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. മൊമെൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. സോ Δp എന്ന് പറയുന്നത് m × Δv എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Δx × m × Δv > h/4π. അവിടെ നിന്ന്
ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വിയുടെ ഇക്വേഷൻ എഴുതുന്നു. h/4πm ഇത് ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് എഴുതാമെന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചേക്കാം. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, പൊസിഷനും മൊമെൻറ്റും ഒക്കെ കണ്ടുപിടിക്കാം. പക്ഷേ സൈമിൾട്ടേനിയസ്ലി ആക്യുറേറ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ സൈമിൾട്ടേനിയസ് ആയിരിക്കത്തില്ല, ഇനി സൈമിൾട്ടേനിയസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കത്തില്ല, ആക്യുറേറ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ ഇതാണ് ഹൈസൻബർഗ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആവുന്നത് മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിനാണ്. ആൻഡ് ദിസ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ മാക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ്. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഇലക്ട്രോൺസ് പോലെയുള്ളവരുടെ കാര്യത്തിലാണ് ഈ ഒരു പ്രിൻസിപ്പിൾ വരുന്നത്. ആൻഡ് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം വി കനോട്ട് ഡിറ്റർമൈൻ ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ. പക്ഷേ നമ്മൾ ബോർ മോഡലിൽ എന്തിനുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചിരുന്നു, റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചിരുന്നു അല്ലേ. A0n² എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചില്ലായിരുന്നോ ബോർ മോഡൽ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫിക്സഡ് റേഡിയസിലാണ് പോകുന്നത്. ഫിക്സഡ് റേഡിയസ് ഉള്ള പാത്തിലൂടെ ആയിരിക്കും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഓർബിറ്റ് എന്ന് വിളിച്ചു. അപ്പോൾ ആ ഓർബിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ റൂൾ ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ശരിക്കും ഫിക്സഡ് ആയിട്ടുള്ള കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമുക്ക് ശരിക്കും ആ പ്രോബബിലിറ്റി പറയാനേ പറ്റത്തുള്ളൂ. ഇവിടെ കാണാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ 1 ആണ് പ്രോബബിലിറ്റി, അങ്ങനെ നമുക്ക് പ്രോബബിലിറ്റി പറയാനേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് എക്സാക്ട് വാല്യൂസിനെ പറ്റിയിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിളിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ മേർജ് ചെയ്തുകൊണ്ട് വന്ന പുതിയ തിയറിയാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡ്വൽ നേച്ചർ ഓഫ് മാറ്ററും അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിളും കൂടെ ബേസ് ചെയ്തിട്ട് വന്നൊരു തിയറിയാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് ഇത് കൊണ്ടുവന്നത് എർവിൻ ഷ്രോഡിംഗറും വെർണർ ഹെയ്സൻബർഗും കൂടെയാണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത്. ആൻഡ് ഈ തിയറിയെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അതിന് നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. h⁻ψ ഈസ് ഈക്വൽ ടു EZ. ഇതിൻ്റെ ഏറ്റവും ചെറിയ ഫോമാണ് കേട്ടോ ഈ h⁻ψ ഈസ് ഈക്വൽ ടു EZ എന്ന് പറയുന്നത്. ആൻഡ് h⁻ എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററാണ്. അതിന് നമ്മൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ മാത്സിൽ കൂട്ടില്ലേ, ഇപ്പോൾ 3+2 എന്ന് പറഞ്ഞാൽ 5 എന്ന് എഴുതിയില്ലേ. അപ്പോൾ ഇതൊരു ഓപ്പറേറ്ററാണ്. ഇത് ഈ 3നെയും 2ൻ്റെ ഇടയ്ക്ക് നമ്മൾ സമ്മ് ചെയ്യാന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ടല്ലോ, ആ ഓപ്പറേഷനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് ഈ പ്ലസ് സൈൻ എന്ന് പറയുന്നത്. അതുപോലെ ഉള്ള മാത്സിലുള്ള ഒരു ഓപ്പറേറ്ററാണ് h⁻ എന്ന് പറയുന്നത്. ഹാമിൽട്ടോണിയൻ എന്നാണ് അതിൻ്റെ പേര്. അതായത് എനർജി ഓപ്പറേറ്ററാണ്, ടോട്ടൽ എനർജി ഓപ്പറേറ്ററാണ് ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ഫങ്ഷനാണ്. ഓക്കെ, അതിൻ്റെ ആ വേവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫങ്ഷനാണ് സൈ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഇ ആൻഡ് സൈ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ. h⁻ψ ഈസ് ഈക്വൽ ടു EZ, വേർ h⁻ ഇസ് നോൺ ആസ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഇനി എന്താണ് ഈ സൈ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. പ്രത്യേകിച്ച് ഫിസിക്കൽ മീനിങ് ഒന്നും ഇല്ലാത്ത ഒരു, നമ്മൾ മാത്സിൽ എക്സും വൈ ഒക്കെ വെച്ചിട്ട് ഫംഗ്ഷൻ പറയില്ലേ, അതുപോലുള്ളൊരു ഫംഗ്ഷനാണ് സൈ എന്ന് പറയുന്നത്. ആൻഡ് ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസുകളുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. നമ്മൾ അറ്റോമിക് ഓർബിറ്റൽസ് എന്താണ് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പറയും, അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ പറയും. അതായത് ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവരുടെ അറ്റോമിക് ഓർബിറ്റൽസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ വരാം. ഓക്കെ, ഇനി ഒരു ഇലക്ട്രോണിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും സ്റ്റോർ ചെയ്തേക്കുന്നത് എവിടെയാണ്, നമ്മുടെ വേവ് ഫംഗ്ഷനിലാണ്. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് സൈ എന്ന് പറഞ്ഞ ഇതാണ്. പ്രത്യേകിച്ച് ഫിസിക്കൽ മീനിങ് ഒന്നും ഇല്ല, ഓർബിറ്റലിനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ സൈ സ്ക്വയറിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. സൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇറ്റ് ഗീവ്സ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ അറ്റ് എ പോയിന്റ് വിത്തിൻ ആൻ ആറ്റം. അതായത് നമുക്ക് സൈ തന്നു, അതിൻ്റെ സൈ സ്ക്വയർ നമ്മൾ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോണെ കാണാനുള്ള പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. സൈയുടെ വാല്യൂ പോസിറ്റീവോ നെഗറ്റീവോ വരാം, പക്ഷേ സൈ സ്ക്വയർ എന്താണ്, ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, from the value of psi square it is possible to predict the probability of finding an electron around a nucleus. അപ്പോൾ psi square അറിയാന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും എവിടെയൊക്കെ ഇലക്ട്രോൺസിനെ കാണാം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് സൈ ആൻഡ് സൈ സ്ക്വയർ. അപ്പോൾ ഈ സൈ സ്ക്വയറിൻ്റെ പേര് ഓർത്തോളുക, പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നാണ് സൈ സ്ക്വയർ അറിയപ്പെടുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ടോപ്പിക്ക് ക്വാണ്ടം നമ്പേഴ്സാണ്. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആരെങ്കിലും ഒരു ലെറ്റർ വിടുവാണ്. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവും? ടു അഡ്രസ്സിൽ എന്തൊക്കെ ഉണ്ടാവും? നമ്മുടെ പേരുണ്ടാവും, നമ്മുടെ അഡ്രസ്സ് ഉണ്ടാവും, പിന്നെ നമ്മുടെ ഏരിയ ഏതാണോ ആ ഏരിയ ഉണ്ടാവും, ഡിസ്ട്രിക്റ്റ് ഉണ്ടാവും, പിൻകോഡ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആ പോസ്റ്റ് വരുന്നത്. അതുപോലെ ഇപ്പോൾ നമുക്ക് ഈ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഇപ്പോൾ ആറ്റങ്ങളിൽ പല നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇപ്പോൾ സോഡിയം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അതിൽ 11 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 11 ഇലക്ട്രോൺ നമ്മൾ ഒരു ഇലക്ട്രോൺ എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നുള്ളതാണ്, അല്ല ഏത് ഷെല്ലിലുള്ളതാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ അഡ്രസ്സാണ് ശരിക്കും ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നമ്പേഴ്സ് ഉപയോഗിക്കും. ആ നമ്പേഴ്സിനെയാണ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്തിനൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ സൈസ്, ഷേപ്പ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ഓർബിറ്റൽസ്. ഓർബിറ്റൽസിൻ്റെ സൈസും ഷേപ്പും ഓറിയൻറ്റേഷനും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പം മേജർലി നമുക്ക് 4 സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, സെക്കൻഡ് വൺ ഇസ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ, തേർഡ് വൺ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് ഫോർത്ത് വൺ സ്പിൻ ക്വാണ്ടം നമ്പർ. ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ n കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ L കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ML എന്ന് എഴുതാറുണ്ട്. സ്പിൻ ക്വാണ്ടം നമ്പർ S/MS എന്ന് എഴുതാറുണ്ട്. ഒന്ന് നോക്കിക്കോണേ, S/MS. ഇനി ഇത് ഓരോന്നും എന്തിനാണ് കാണിക്കുന്നതെന്നും കൂടെ നമുക്കങ്ങ് പറഞ്ഞേക്കാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉണ്ടല്ലോ, ഇത് ഷെല്ലിനെ കാണിക്കും. അതായത് മെയിൻ എനർജി ലെവലുകളായിട്ടുള്ള ഷെല്ലിനെ കാണിക്കാനാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ഷെല്ലിനെ കാണിക്കും. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഷെല്ലിനെ കാണിക്കും, അസിമുത്തൽ ക്വാണ്ടം നമ്പർ സബ് ഷെല്ലിനെ കാണിക്കും, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഓർബിറ്റൽസിനെ കാണിക്കും. ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ റീജിയനിലാണ് ഇലക്ട്രോൺസ് കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പ്രോബബിലിറ്റി ഡെൻസിറ്റി, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ടേമാണ് ഓർബിറ്റൽസ്. ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ കാണാൻ മാക്സിമം പ്രോബബിലിറ്റി ഉള്ള ഏരിയനെയാണ് നമ്മൾ ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് കിട്ടുന്നത് ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വാല്യൂസിൽ നിന്നാണ് ഓർബിറ്റൽസിനെ പറ്റി ഐഡിയ കിട്ടുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ സ്പിൻ ക്വാണ്ടം നമ്പറാണ്. അത് ഇലക്ട്രോണിൻ്റെ സ്പിന്നിങ് മോഷൻ എങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് പറഞ്ഞു തരുന്നതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ക്വാണ്ടം നമ്പേഴ്സിന് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഇനി നമുക്ക് ഓരോ ക്വാണ്ടം നമ്പേഴ്സും എന്താണ്, അതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ്, ഷെല്ല് ഏതാണ്, സബ് ഷെൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിനി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് നോക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് n കൊണ്ടാണ്. ആക്ച്വലി ഞാനിവിടെ ക്യാപിറ്റൽ ലെറ്ററാണ് എഴുതിയിരിക്കുന്നത്. സ്മോൾ ലെറ്റർ n കൊണ്ടാണ് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ് ഗീവ്സ് ദി സൈസ് ഓഫ് ദി ഓർബിറ്റ്. അതായത് എന്തിനാ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞത് ഷെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. സോ ഷെല്ലിൻ്റെ അല്ലെങ്കിൽ ഓർബിറ്റിൻ്റെ സൈസിനെ തരുന്നത് ആരാണ്? ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് നമുക്ക് സൈസിനെ പറ്റിയിട്ട് ഐഡിയ തരുന്നത്. സൈസിനെ പറ്റി മാത്രമല്ല എനർജിയെ പറ്റിയിട്ടും ഐഡിയ തരുന്നതും. അതുപോലെ തന്നെ ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണെന്ന്, ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ this is the average distance between the nucleus and the electron. ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? n വാല്യൂ ഉപയോഗിക്കാം. ഈ n നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ Rn is equal to A0 into n² എന്ന് പറഞ്ഞ എഴുതിയില്ലേ, വേർ n is equal to 1, 2, 3, 4 എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബോർ മോഡൽ ഓഫ് ആറ്റം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു. ഈ n ആക്ച്വലി എന്താണ്? നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് കേട്ടോ. അതായത് പ്രിൻസിപ്പൽ, അതായത് നമ്മുടെ റേഡിയസ് ഓഫ് ആറ്റം കണ്ടുപിടിക്കാൻ, Rn കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആരെ വേണമായിരുന്നു? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമുക്ക് വേണമായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഗീവ്സ് ദി ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇലക്ട്രോൺ ആൻഡ് ദ ന്യൂക്ലിയസ്. പിന്നെ നമ്മൾ എനർജി കണ്ടുപിടിക്കാൻ നമ്മൾ ഈക്വൽ ടു RH ഡിവൈഡഡ് ബൈ n² മൈനസ് RH ഡിവൈഡഡ് ബൈ n² നമ്മൾ പറഞ്ഞത്. ഈ എന്നും എവിടെ നിന്നാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. അതിൻ്റെ വാല്യൂ നേരത്തെ നമ്മൾ എഴുതിയത് 1, 2, 3, 4 എക്സെട്ര എന്നാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കാനും എനർജി കണ്ടുപിടിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് ക്വാണ്ടം നമ്പറാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. ഓക്കെ, അതിൻ്റെ പോസിബിൾ വാല്യൂസ് പഠിച്ചു വെച്ചേക്കുക. 1, 2, 3, 4 എന്നാണ് വരുന്നത്. ഒരു കാര്യം ഓർക്കേണ്ടത്, സ്റ്റാർട്ടിങ് ഫ്രം 1 ആണ്. 1 to ഇൻഫിനിറ്റി ആണ് ആരുടെ വാല്യൂ വരുന്നത്? നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ വരുന്നത്. ചിലപ്പം വേണമെങ്കിൽ ചോദിക്കാം, എന്നിൻ്റെ വാല്യൂ 0 പോസിബിൾ ആണോ, അല്ലെങ്കിൽ എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി പോസിബിൾ ആണോ? എന്നിൻ്റെ വാല്യൂ 0 ഒഴികെ ബാക്കി ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും പോസിബിൾ ആണ്. ക്ലിയർ ആണല്ലോ?
ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഈ n വാല്യൂവും വെച്ചിട്ട് ഷെല്ലുകൾ എങ്ങനെയാണ് നമ്മൾ അസൈൻ ചെയ്യുന്നതെന്ന് നോക്കാൻ പോകണം. ഇപ്പോൾ n വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ അത് ഏത് ഷെല്ലാണ്? കെ ഷെൽ. n വാല്യൂ 2 ആണെന്നുണ്ടെങ്കിൽ അത് ഏത് ഷെല്ലാണ്? എൽ ഷെൽ. n വാല്യൂ 3 ആണെന്നുണ്ടെങ്കിൽ അത് ഏത് ഷെല്ലാണ്? എം ഷെൽ. n വാല്യൂ 4 ആണെന്നുണ്ടെങ്കിൽ ഏത് ഷെല്ലാണ്? എൻ ഷെൽ. അപ്പോൾ KLMN എന്ന് പറഞ്ഞു പോയിക്കോളും. ആൻഡ് എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1 2 3 4. ഓക്കെ, ഇത് എളുപ്പമല്ലേ ഇതാ? അപ്പോൾ ഷെല്ലും n വാല്യൂ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ അത് ഏത് ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ L കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. നമ്മൾ നേരത്തെ പറഞ്ഞു അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്തിനെ കാണിക്കും? സബ് ഷെല്ലിനെ കാണിക്കും. അപ്പോൾ ഷെല്ലിൻ്റെ സബ് അനാജി ലെവലാണ് സബ് ഷെൽ എന്ന് പറയുന്നത്. നമ്മളൊരു വീട്ടിൽ കുറേയധികം റൂമുകളില്ലേ, അതുപോലെ ഇപ്പോൾ ഒരു വീടെന്ന് പറയുന്നത് നമ്മുടെ ഷെല്ലാണെന്നുണ്ടെങ്കിൽ ആ ഷെല്ലിലുള്ള അല്ലെങ്കിൽ ആ വീട്ടിലുള്ള റൂമുകൾ എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റ് ആണ്? സബ് ഷെല്ലിന് ഇക്വലാണ്, സബ് അനാജി ലെവലാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പറയുന്ന വേറെ 2 പേരുകളുണ്ട്. സബ്സിഡറി ക്വാണ്ടം നമ്പർ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ 2 പേര് ഓർത്ത് വെക്കുക. അസിമുത്തൽ ക്വാണ്ടം നമ്പറിന് സബ്സിഡറി ക്വാണ്ടം നമ്പർ എന്നും ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ എന്നും പറയാറുണ്ട്. ഇറ്റ് ഗീവ്സ് എ ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ. ഓർബിറ്റലിൻ്റെ ഷേപ്പിനെ പറ്റി ഐഡിയ തരുന്നത് ആരാണ്? നമ്മുടെ സബ്സിഡറി ക്വാണ്ടം നമ്പറാണ്. ഇറ്റ് ഗീവ്സ് എ സബ് ഷെൽ ഓർ സബ് ലെവൽ ഇൻ വിച്ച് ദ ഇലക്ട്രോൺ ഇസ് ലൊക്കേറ്റഡ്. ഇലക്ട്രോൺ ലൊക്കേറ്റ് ചെയ്തേക്കുന്ന സബ് ഷെൽ ഏതാണെന്ന് നമുക്ക് ഐഡിയ തരുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. ഓക്കെ, ഇറ്റ് ഓൾസോ ഗീവ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ. ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിനെ പറ്റിയിട്ടും ഒരു ഐഡിയ തരുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. ഇതിൻ്റെ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. എൽ ക്യാൻ ഹാവ് വാല്യൂസ് റേഞ്ചിങ് ഫ്രം 0 to n-1. എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് നമുക്ക് പറയാം. 0 തൊട്ട് n-1 വരെയാണ് എല്ലിൻ്റെ വാല്യൂ വന്നേക്കുന്നത്. അതായത് ഈ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി വാല്യൂ ഓഫ് n. എന്നിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എൽ വാല്യൂ പറയുന്നത്. കാര്യം എൽ എന്ന് പറയുന്നത് സബ് ഷെല്ലാണ്, n എന്ന് പറയുന്നത് ഷെല്ലാണ്. അപ്പോൾ ആ ഷെല്ലിൽ എന്തുമാത്രം സബ് ഷെല്ല് പോസിബിൾ ആണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 5 ആണെന്നുണ്ടെങ്കിൽ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം, 1 2 3 4 വരെ വരാവുള്ളൂ. അതായത് n-1, എന്നിനെക്കാളും 1 കുറവായിരിക്കണം എല്ലിൻ്റെ വാല്യൂ. ഓക്കെ, ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 10 ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ എവിടെ നിന്ന് തുടങ്ങും? 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 ഉണ്ടോ? ഇല്ല, 9 വരെ പോസിബിൾ ആവത്തുള്ളൂ. ഇനി എന്നിൻ്റെ വാല്യൂ 100 ആയിരുന്നെന്നുണ്ടെങ്കിലോ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? എപ്പോഴും എല്ലിൻ്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 0ൽ നിന്നാണ്. 1 2 3 അപ് ടു 99 വരെ. എല്ലിൻ്റെ വാല്യൂ 1000 ആണെന്നുണ്ടെങ്കിലോ എല്ലിൻ്റെ വാല്യൂ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക, എവിടെ വരെ വരും? ഇവിടെ വരെ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എല്ലിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ച് എഴുതുന്നത്. അപ്പോൾ n തന്നു കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂവിനേക്കാളും ഒരെണ്ണം കുറവ്, അവിടെ വരെയാണ് എൽ വാല്യൂസ് വരുന്നത്, സ്റ്റാർട്ടിങ് ഫ്രം 0. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. 0 to n-1 ആണ് എല്ലിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ഇനി ഈ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സബ് ഷെല്ലിനെയാണ് കാണിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന് സബ് ഷെല്ലുകൾക്ക് പേര് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ റൂമുകൾക്ക് പേര് കൊടുക്കുന്ന പോലെ ഹാളെന്ന് പറയും, കിച്ചൺ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ സബ് ഷെല്ലുകൾക്ക് പേര് കൊടുക്കണം. അതായത് എല്ലിൻ്റെ വാല്യൂ 0 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എസ് സബ് ഷെൽ എന്നാണ് വിളിക്കുന്നത്. എന്നിൻ്റെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ പി സബ് ഷെൽ എന്ന് വിളിക്കും. എല്ലിൻ്റെ വാല്യൂ 2 വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഡി സബ് ഷെൽ എന്നാണ് വിളിക്കുന്നത്. എല്ലിൻ്റെ വാല്യൂ 3 വന്നു കഴിഞ്ഞാലോ നമ്മളതിനെ എന്ത് സബ് ഷെൽ എന്ന് വിളിക്കും? യെസ്, എഫ് സബ് ഷെൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എസ് പി ഡി എഫ് സബ് ഷെൽ എന്നാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ഷെല്ലിലും ഏതൊക്കെ എൽ വാല്യൂസ് പോസിബിൾ ആണ് ആൻഡ് ആ സബ് ഷെല്ലുകളുടെ പേരെന്തൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ അത് ഏത് ഷെല്ലാണ്? കെ ഷെല്ലാണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ വരെ വരണം? n-1 വരെ വരണം, അല്ലേ? n-1 വരെ വരണം. 0 തൊട്ട് n-1 വരെയാണ്. അപ്പോൾ ഇവിടെ 0 തൊട്ട് 1-1 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. അതായത് കെ ഷെല്ലിൽ എത്ര എൽ വാല്യൂസേ വരത്തുള്ളൂ?
ഒരൊറ്റ എൽ വാല്യൂ വരത്തുള്ളൂ, അതായത് 0. 0 വന്നു കഴിഞ്ഞാൽ ആ സബ്ഷെല്ലിൻ്റെ പേരെന്താണ്? യെസ്, എസ് സബ്ഷെൽ. അപ്പോൾ എസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1s എന്നാണ് പേര് കൊടുക്കുന്നത്. അപ്പോൾ 1s എന്ന് പേര് കൊടുത്താൽ അതിനർത്ഥം ഇത് എൻ വാല്യൂ ആണ്, ഇതെന്താണ്? എൽ വാല്യൂ ആണ്. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിലെ എസ് സബ്ഷെൽ, ഇതാണ് ഇതിൻ്റെ മീനിങ്. അങ്ങനെയാണെങ്കിൽ 7ാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? അതിനെ 7s എന്ന് എഴുതും. അപ്പോൾ 8s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? 8s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? 8ാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെൽ എന്നാണ് മീനിങ്. അപ്പോൾ 8ാമത്തെ ഷെല്ലെന്ന് പറയുമ്പോൾ എൻ വാല്യൂ എത്ര വരും? 8 വരും. ഏത് ഷെല്ലാണോ അതിനെയാണ് എൻ വാല്യൂ കാണിക്കുന്നത്. ഇനി എസ് സബ്ഷെൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ എൽ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 9p ആണോ എനിക്ക് വേണ്ടത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻ വാല്യൂയും എൽ വാല്യൂയും നമ്മൾ എങ്ങനെ എഴുതും? 9p ആണ്. സോ എൻ വാല്യൂ എന്ന് പറയുന്നത് 9 തന്നെ ആയിരിക്കും. ഓക്കെ, പി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ എൽ വാല്യൂ എത്രയാണെന്ന് നമ്മൾ പഠിച്ചു? 1 ആണെന്ന് പഠിച്ചു. അപ്പം ഇതിൻ്റെ എൻ വാല്യൂ 9 ആയിരിക്കും, എൽ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഷെല്ല് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഷെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ഷെല്ലായിരുന്നു? കെ ഷെല്ലാണ്. ഇത് ഏത് ഷെല്ലാണ്? എൽ ഷെല്ലാണ്. എം ഷെൽ, എൻ ഷെൽ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഷെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഷെല്ലാണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആണല്ലോ. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ ഏതൊക്കെ വരാം? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ? യെസ്, 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒരു നമ്പർ കുറച്ചേ വരാവുള്ളൂ, അതായത് 0യും 1ഉം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഷെല്ലിൽ 0 വന്നു കഴിഞ്ഞാൽ 2s, സെക്കൻഡ് ഷെല്ലിൽ 1 വന്നു കഴിഞ്ഞാൽ 2p. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ സബ് ഷെല്ലുകൾക്ക് പേര് കൊടുക്കുന്നത്. ഇനി അടുത്ത ഷെല്ലാണ് തേർഡ് ഷെല്ല്, അതായത് എം ഷെല്ല്. എം ഷെല്ലിൽ ഏതൊക്കെ എൽ വാല്യൂസ് ഉണ്ട്? നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 0, 1, 2, 3, 4 അങ്ങനെ നമ്മൾ പോകുമോ? ഇല്ല. എവിടെ വരെ പോകത്തുള്ളൂ? 3നേക്കാളും ഒരു ഇൻഡിജർ കുറവായിരിക്കണം. ഓക്കെ, അപ്പം 0, 1, 2 വരെ നമ്മൾ എഴുതത്തുള്ളൂ. ഇനി എൻ വാല്യൂ ഓൾറെഡി 3 ആണെന്ന് തന്നു. അപ്പം എല്ലാ സബ്ഷെല്ലിൻ്റെയും ഫ്രണ്ടിലുള്ള നമ്പർ എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ 3, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3s ആണ്. 3, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3p ആണ്. 3, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 3d ആണ്. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, എസ് എന്ന് പറയുന്നത് എൽ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. പി എന്ന് പറഞ്ഞാൽ എൽ വാല്യൂ 1 ആയിരിക്കും. ഡി എന്ന് പറഞ്ഞാൽ എൽ വാല്യൂ 2 ആയിരിക്കും. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ വാല്യൂ 3 ആയിരിക്കും. പിന്നെ നമ്മൾ ഓരോ സബ്ഷെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ഫ്രണ്ടിൽ ഒരു നമ്പർ കാണും. ഇപ്പോൾ 3p അല്ലെ 3d. ആ 3 എന്ന് പറയുന്നത് അത് ഏത് ഷെല്ലിലാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോർത്തിൻ്റെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. എൻ ഷെല്ല് ഏതൊക്കെ എൽ വാല്യൂസ് പോസിബിൾ ആണ്? 0, 1, 2, 3. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് വാല്യൂ കൊടുക്കുന്നത്? നെയിം സബ്ഷെൽ എങ്ങനെയാണ് പേര് കൊടുക്കുന്നത്? ഫോർത്ത് ഷെല്ലിൽ 0 വന്നു കഴിഞ്ഞാൽ 4s, ഫോർത്ത് ഷെല്ലിൽ 1 വന്നു കഴിഞ്ഞാൽ 4p, ഫോർത്ത് ഷെല്ലിൽ എല്ലിൻ്റെ വാല്യൂ 2 വന്നു കഴിഞ്ഞാൽ 4d, ഫോർത്ത് ഷെല്ലിൽ എല്ലിൻ്റെ വാല്യൂ 3 വന്നു കഴിഞ്ഞാൽ 4f. ഇങ്ങനെയാണ് നമ്മൾ സബ് ഷെല്ലുകൾക്ക് പേര് കൊടുക്കുന്നത്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ 3f, ഇതിൻ്റെ എൻ വാല്യൂം എൽ വാല്യൂം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയും? ഇതാണ് എൻ വാല്യൂ. അപ്പോൾ n = 3. എഫ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എൽ വാല്യൂ എത്രയാണെന്ന് നമ്മൾ പഠിച്ചു? 3 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2ഡിയുടെ എൻ വാല്യൂ എൽ വാല്യൂം പറഞ്ഞേ. എൻ വാല്യൂ എത്രയായിരിക്കും? 2 ആയിരിക്കും. ലെഫ്റ്റിൽ കിടക്കുന്ന നമ്പർ ആയിരിക്കും n എന്ന് പറയുന്നത്. എൽ എന്ന് പറയുന്നത് ഡിക്ക് 2 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4sോ? എന്നിൻ്റെ വാല്യൂ 4 ആയിരിക്കും, എല്ലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. 5p ആണെങ്കിലോ? യെസ്, എന്നിൻ്റെ വാല്യൂ 5 ആയിരിക്കും, എല്ലിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, 6f ആണെങ്കിലോ? എന്നിൻ്റെ വാല്യൂ 6 ആയിരിക്കും, എല്ലിൻ്റെ വാല്യൂ 3 ആയിരിക്കും. ഇത് ക്ലിയർ അല്ലേ? എളുപ്പമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സിലോട്ട് പോവാണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ നമ്മൾ എം ഓർ എം എൽ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഓറിയൻറ്റേഷൻ ഓഫ് ഓർബിറ്റൽസ് ഇൻ സ്പേസ്. എങ്ങനെയാണ് ഓർബിറ്റൽസ് സ്പേസിൽ ഓറിയൻറ്റ് ചെയ്യുന്നതെന്നാണ് ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പറയുന്നത്. ഇനി ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. അതായത് ഒരു ഗിവൺ എൽ വാല്യൂ തന്നു കഴിഞ്ഞാൽ അതിന്
12+1 എം വാല്യൂ പോസിബിൾ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ എല്ലിൻ്റെ വാല്യൂ 3 ആണെന്നുണ്ടെങ്കിൽ എല്ലിൻ്റെ വാല്യൂ ഇപ്പം 3 ആണെന്നുണ്ടെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 × 3 + 1, അതായത് 7 വാല്യൂസ് പോസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 12+1 വാല്യൂസ് പോസിബിൾ ആണ്. നമ്മൾ n വെച്ചിട്ടാണ് എല്ല് പറയുന്നത്, എല്ല് വെച്ചിട്ടാണ് എം പറയുന്നത്, ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇനി 12+1 എങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ വാല്യൂസ് ഓഫ് എം ആർ ഗിവൺ ബൈ -l to +l ഇൻക്ലൂഡിങ് 0. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എമ്മിൻ്റെ വാല്യൂ വരുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത് -l നിന്നാണ്, എവിടെ വരെ പോകണം? +l വരെ പോകണം, ഇൻക്ലൂഡിങ് 0. അപ്പോൾ നമ്മൾ പേര് പഠിച്ച എല്ലിൻ്റെ വാല്യൂ ആരൊക്കെയായിരുന്നു? എല്ലിൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ എസ് സബ്ഷലാണ്, എല്ലിൻ്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ പി സബ്ഷലാണ്, എല്ലിൻ്റെ വാല്യൂ 2 ആണെന്നുണ്ടെങ്കിൽ ഡി സബ്ഷലാണ്, എല്ലിൻ്റെ വാല്യൂ 3 ആണെന്നുണ്ടെങ്കിൽ എഫ് സബ്ഷലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് എല്ലിൻ്റെ വാല്യൂ 0 എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ ഏതൊക്കെ വരാം? -0 to +0 ഇൻക്ലൂഡിങ് 0. ടോട്ടലി ഇത് ആരാണ്? 0 ആണ്. എത്ര വാല്യൂസ് പോസിബിൾ ആണ്? ഒരു വാല്യൂ പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഒരു ഓറിയൻറ്റേഷൻ പോസിബിൾ ആണ്. ഓക്കെ, അടുത്തത് എല്ലിൻ്റെ വാല്യൂ 1 വന്നു. എല്ലിൻ്റെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ എമ്മിൻ്റെ വാല്യൂ എങ്ങനെ വരാം? എമ്മിൻ്റെ വാല്യൂ -1 എന്ന് തുടങ്ങണം, എവിടെ വരെ പോകണം? +1 വരെ പോകണം, ഇൻക്ലൂഡിങ് 0. ഓക്കെ, അപ്പോൾ എത്ര വാല്യൂസ് പോസിബിൾ ആണ്? 3 വാല്യൂസ് അല്ലെങ്കിൽ 3 ഓറിയൻറ്റേഷൻ പോസിബിൾ ആണ്. പി സബ്ഷെല്ലിന് അല്ലെങ്കിൽ പി ഓർബിറ്റലിന് എത്ര ഓറിയൻറ്റേഷൻ പോസിബിൾ ആണ്? 3 ഓറിയൻറ്റേഷൻ പോസിബിൾ ആണ്. ഓക്കെ, ഇനി എല്ലിൻ്റെ വാല്യൂ 2 ആണ്. അങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എത്ര വരാം? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? -2 നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ വരെ പോകണം? +2 വരെ പോകണം, ഇൻക്ലൂഡിങ് 0. അപ്പോൾ ഇതിനിടയ്ക്ക് ആരൊക്കെയുണ്ട്? -1 ഉണ്ട്, +1 ഉണ്ട്. എത്ര വാല്യൂസ് അല്ലെങ്കിൽ എത്ര ഓറിയൻറ്റേഷൻ പോസിബിൾ ആണ്? 5 വാല്യൂസ് അല്ലെങ്കിൽ 5 ഓറിയൻറ്റേഷൻ പോസിബിൾ ആണ്. അടുത്ത എല്ലിൻ്റെ വാല്യൂ 3 ആണ്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും എമ്മിൻ്റെ വാല്യൂ? -3 തൊട്ട് +3 വരെ എഴുതണം, ഇൻക്ലൂഡിങ് 0. അപ്പോൾ ഇതിനിടയ്ക്ക് ആരൊക്കെയുണ്ട്? -2 ഉണ്ട്, -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. 1, 2, 3, 4, 5, 6, 7 വാല്യൂസ് അല്ലെങ്കിൽ 7 ഓറിയൻറ്റേഷൻ പോസിബിൾ ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, എത്ര പോസിബിൾ വാല്യൂസ് ഉള്ള എഴുതിയിട്ടുണ്ട്. ആ പോസിബിൾ വാല്യൂസ് ആണ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എസ് സബ്ഷൽ ആണെന്നുണ്ടെങ്കിൽ എത്ര ഓർബിറ്റൽ പോസിബിൾ ആണ്? ഒറ്റ ഒരു ഓർബിറ്റലേ പോസിബിൾ ആയിട്ടുള്ളൂ. പി സബ്ഷൽ ആണെന്നുണ്ടെങ്കിൽ എത്ര ഓർബിറ്റൽ പോസിബിൾ ആണ്? 3 ഓർബിറ്റൽസ് പോസിബിൾ ആണ്, അല്ലെങ്കിൽ 3 ഓറിയൻറ്റേഷൻസ്. ആ ഓറിയൻറ്റേഷൻസിനെയാണ് നമ്മൾ ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നത്. 3 ഓറിയൻറ്റേഷൻസ് പോസിബിൾ ആണ്. ഡി സബ്ഷൽ ആണെന്നുണ്ടെങ്കിൽ എത്ര ഓർബിറ്റൽസ് പോസിബിൾ ആണ്? 5 ഓർബിറ്റൽസ് പോസിബിൾ ആണ്. ആൻഡ് എഫ് സബ്ഷൽ ആണെന്നുണ്ടെങ്കിൽ എത്ര ഓർബിറ്റൽസ് പോസിബിൾ ആണ്? 7 ഓർബിറ്റൽസ് പോസിബിൾ ആണ്. ഇത് ക്ലിയർ അല്ലേ? അടുത്ത ക്വാണ്ടം നമ്പർ സ്പിൻ ക്വാണ്ടം നമ്പറാണ്. സ്പിൻ ക്വാണ്ടം നമ്പറിനെ നമ്മൾ എസ് ഓർ എം എസ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വാണ്ടം നമ്പറിന് പ്രത്യേകതയുണ്ട്, ഇത് എക്സ്പെരിമെൻ്റൽ ക്വാണ്ടം നമ്പറാണ്. ബാക്കി 3 ക്വാണ്ടം നമ്പേഴ്സും നമുക്ക് ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് കിട്ടുന്ന ക്വാണ്ടം നമ്പേഴ്സാണ്, അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് ആണ്. ഈ സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അതായത് നമ്മുടെ ഇലക്ട്രോൺ എങ്ങനെയാണ് സ്പിൻ ചെയ്യുന്നത്, ഒന്നെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആയിട്ട് സ്പിൻ ചെയ്യാം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് സ്പിൻ ചെയ്യാം. അപ്പോൾ 2 വാല്യൂസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്, +or -12. ഓക്കെ, അപ്പോൾ ക്ലോക്ക് വൈസ് എന്നുള്ളത് +12 ആണെന്നുണ്ടെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? -12 ആയിരിക്കും. അപ്പോൾ ഇതാണ് സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് ആണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു എസ് ഓർബിറ്റൽ ഉണ്ട്, പി ഓർബിറ്റൽ ഉണ്ട്, ഡി ഓർബിറ്റൽ ഉണ്ട്, എഫ് ഓർബിറ്റൽ ഉണ്ട്. എത്ര എസ് ഓർബിറ്റൽ പോസിബിൾ ആയിരുന്നു? എൽ വാല്യൂ 0 ആവുന്നതിനെയാണ് നമ്മൾ എസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതിൻ്റെ എം വാല്യൂ എത്ര കിട്ടി നമുക്ക്? 0 മാത്രമേ കിട്ടുള്ളൂ. അതായത് ഒരേ ഒരു ഓർബിറ്റൽ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ആ ഓർബിറ്റൽ ഏത് ഷേപ്പ് ആയിരിക്കും? സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും, ഇങ്ങനെ ബോൾ പോലെ ഇരിക്കും എസ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പി ഓർബിറ്റൽ ആണെന്നുണ്ടെങ്കിലോ എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആണ്. എല്ലിൻ്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ എമ്മിൻ്റെ വാല്യൂ -1 വരാം, +1 വരാം, 0 വരാം. അതായത് 3 വാല്യൂസ് പോസിബിൾ ആണ്. അതാണ് നമ്പർ ഓഫ് ഓർബിറ്റൽസ്. 3 നമ്പർ ഓഫ് ഓർബിറ്റൽസ്. ഇവരെ നമ്മൾ PX, PY, PZ ഏതൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടത്. അതിന് നമ്മൾ പേര് കൊടുത്തതാണ് PX, PY, PZ. ആൻഡ് ഇവരുടെ ഷേപ്പ് എന്തായിരിക്കും? ഡംബൽ ഷേപ്പ് ആയിരിക്കും, ഇങ്ങനെ ഇരിക്കും.
ഓക്കെ. ഇനി അടുത്ത ഡി നമ്മൾ പറഞ്ഞു എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. എല്ലിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എങ്ങനെ വരാം? -2 -1 0 1 2. അപ്പോൾ 5 ഓർബിറ്റൽസ് പോസിബിൾ ആണ്. 5 ഓർബിറ്റൽ നമ്മൾ പേര് കൊടുക്കുന്നത് DXY, DXZ, DYZ, DX2Y2 ആൻഡ് ഫൈനലി DZ2. ഇങ്ങനെയാണ് നമ്മൾ 5 ഓർബിറ്റൽസിന് പേര് കൊടുക്കുന്നത്. ആൻഡ് ഇവരുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഡബിൾ ഡംബൽ ആയിരിക്കും. ഒരു ഡംബലും കൂടെ വരും. ഓക്കെ, ഡബിൾ ഡംബൽ ഷേപ്പിലായിരിക്കും ഡി ഓർബിറ്റൽ ഇരിക്കുന്നത്. അടുത്തത് എഫ് ആണ്. എഫ് വരണമെന്നുണ്ടെങ്കിൽ എൽ വാല്യൂ എത്രയായിരിക്കും? 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എം വാല്യൂ എങ്ങനെ വരാം? -3 തൊട്ട് +3 വരെ ഇൻക്ലൂഡിങ് 0 1 2 ഉണ്ട്, -1 -2 ഉണ്ട്, ഇവിടെ 1 2 ഉണ്ട്. അപ്പോൾ മൊത്തം 7 വാല്യൂസ് പോസിബിൾ ആണ്. ആൻഡ് ഇത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു ഡിഫ്യൂസ്ഡ് സ്ട്രക്ചർ ആയിരിക്കും. ഇതെല്ലാം കൂടി ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ എഫ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവരുടെ 3 പേരുടെ ഷേപ്പും പിന്നെ പേരും ഒക്കെ പഠിക്കാനുള്ളൂ. ഇത് ഡിഫ്യൂസ്ഡ് ആണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഷേപ്പ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എസ് ഓർബിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ സ്ഫെറിക്കലായിട്ടായിരിക്കും ഇരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. എസ് ഓർബിറ്റൽ എങ്ങനെയാണ്? സ്ഫെറിക്കലാണ്. ഇനി പി നമ്മൾ പറഞ്ഞല്ലോ 3 പി ഓർബിറ്റലാണുള്ളത്. PX, PY, PZ. അപ്പോൾ ഇത് ഡംബൽ ഷേപ്പ് ആയിരിക്കും. PX ആണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെയാണ് ഇതിന് വ്യത്യാസം വരുന്നത്. PX ആണെന്നുണ്ടെങ്കിൽ അത് എക്സ് ആക്സിസിലൂടെ ആയിരിക്കും കയറി പോകുന്നത്. കണ്ടോ, എക്സ് ആക്സിസിൽ മാത്രമേ അപ്പോൾ ഇലക്ട്രോൺസ് കാണത്തുള്ളൂ. ഇങ്ങനെ ഈ ഒരു പ്ലെയിനിൽ മാത്രമേ കാണത്തുള്ളൂ. PY ആണെന്നുണ്ടെങ്കിൽ വൈ ആക്സിസിൽ കൂടെ ആയിരിക്കും ആ ഡംബൽ ഷേപ്പ് പോകുന്നത്. ആൻഡ് PZ ആണെന്നുണ്ടെങ്കിൽ ഏത് ആക്സിസിലൂടെയാണ് പോകുന്നത്? ഇതാണ് Z ആക്സിസ്. സോ Z ആക്സിസിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഇത് വൈ ആക്സിസ്. അപ്പോൾ PY ആണെന്നുണ്ടെങ്കിൽ വൈ ആക്സിസിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം 3 പി ഓർബിറ്റൽ PX, PY, PZ. PX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആക്സിസിൽ കൂടെ ആയിരിക്കും പോകുന്നത്? എക്സ് ആക്സിസിൽ കൂടെ ആയിരിക്കും പോകുന്നത്. PY എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വൈ ആക്സിസിൽ കൂടെ ആയിരിക്കും പോകുന്നത്. PZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z ആക്സിസിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. സോ ഇതാണ് പി ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് വരുന്നത്. ഓക്കെ, അടുത്തത് ഡി ഓർബിറ്റൽസിൻ്റെ ഷേപ്പാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 2 സെറ്റായിട്ട് നമുക്ക് തിരിക്കാം. ഇതിൽ DXY, DYZ, DXZ. ഇവരുടെ 3 പേരുടെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ 3 പേരും ആ ലോബ് പോകുന്നത് ഇൻ ബിറ്റ്വീൻ ദി ആക്സിസിൽ കൂടെയാണ്. കണ്ടോ, ആക്സിസിൽ ടച്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ XY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും ഇടയ്ക്കൂടെ ആയിരിക്കും ഡംബലിൻ്റെ ലോബ് പോകുന്നത്. ഓക്കെ, YZ ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ആക്സിസിൻ്റെ ഇടയ്ക്കൂടെ ആയിരിക്കും ഡംബലിൻ്റെ ലോബ് പോകുന്നത്? വൈ ആക്സിസിൻ്റെയും Z ആക്സിസിൻ്റെയും ഇടയ്ക്ക്. ഇതിപ്പം എല്ലാം ഒരേപോലെ ഇരിപ്പുണ്ട്, പക്ഷേ നോക്കണം, ഞാൻ ആക്സിസിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. XY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസും വൈ ആക്സിസും ആണ് കൊടുത്തേക്കുന്നത്. നമുക്കത് 2Dയിൽ വരയ്ക്കാനുള്ള എളുപ്പത്തിനാണ് ഈ 2 ആക്സിസ് തന്നെ പ്രിഫർ ചെയ്തേക്കുന്നത്. ഓക്കെ, YZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിസും Z ആക്സിസും ആണ് കൊടുത്തേക്കുന്നത്. XZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസും Z ആക്സിസും. ഇവർ 3 പേരും ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ്, അല്ലെങ്കിൽ സ്ക്വയർ ടേം അല്ല, സ്ക്വയർ ടേമുകൾക്ക് വേറെയാണ് സ്ട്രക്ചർ വരുന്നത്. ഇൻ ബിറ്റ്വീൻ ദി ആക്സിസിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ DX2Y2. അപ്പോൾ ഏതൊക്കെ ആക്സിസിൽ കൂടെ ആയിരിക്കണം പോകേണ്ടത്? എക്സ് ആക്സിസിൽ കൂടെയും വൈ ആക്സിസിൽ കൂടെയും. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് അല്ല, എലോങ് ദി ആക്സിസിൽ കൂടെയാണ് പോകുന്നത്. കണ്ടോ, ഇതാ എലോങ് ദി ആക്സിസ്, എക്സ് ആക്സിസിലൂടെയും പോകുന്നുണ്ട്, വൈ ആക്സിസിൽ കൂടെയാണ് ആ ഡംബലിൻ്റെ ലോബ് പോകുന്നത്. ഓക്കെ, ഇതാണ് DZ2 എന്ന് പറയുന്നത്. DZ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് വരുന്നത്. അപ്പോൾ ഇതെൻ്റെ എക്സ് ആക്സിസും ഇത് Z ആക്സിസും ആണെന്നുണ്ടെങ്കിൽ Z ആക്സിസിൽ കൂടെ വരയ്ക്കുക. ഇവിടെ ഒരു റിങ് പോലെ കാണും. ഇതാണ് DZ2 എന്ന് പറയുന്നത്. അപ്പോൾ ഡി ഓർബിറ്റൽസ് ക്ലിയർ അല്ലേ? നമുക്ക് DXY ഉണ്ട്. സ്ക്വയർ അല്ലാത്ത ടേമുകൾ ആദ്യം എഴുതുക. XZ ഉണ്ട്, YZ ഉണ്ട്. അതെല്ലാം ഇങ്ങനെ പൂ പോലെ ഇരിക്കും. ഓക്കെ, പേര് മാത്രം മാറ്റിയാൽ മതി. ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ XZ ആണെന്നുണ്ടെങ്കിൽ ഇത് എക്സും വൈയും ആയിരിക്കും. പിന്നെ DXY ആണെന്നുണ്ടെങ്കിൽ ഇത് എക്സും വൈയും ആയിരിക്കും. XZ ആണെന്നുണ്ടെങ്കിൽ ഇത് എക്സും ഇസഡും ആയിരിക്കും. YZ ആണെന്നുണ്ടെങ്കിൽ ഇത് വൈയും ഇസഡും ആയിരിക്കും. ഓക്കെ, ഇനി പിന്നുള്ള 2 സ്ക്വയർ ടേമുകളാണ്. DZ2 എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഏതിലൂടെയാണ് കടന്നു പോകുന്നത്? ഇസഡിലൂടെ ആയിരിക്കും പോകുന്നത്. പിന്നെ ഒരു റിങ് പോലെ ഒരു സ്ട്രക്ചർ കാണും. അടുത്തത് DX2Y2 ആണ്. അപ്പോൾ ഏതൊക്കെ ആക്സിസിൽ കൂടെ കടന്നു പോകണം? എക്സ് ആക്സിസിൽ കൂടെയും വൈ ആക്സിസിൽ കൂടെയാണ് പോകേണ്ടത്. എലോങ് ദി ആക്സിസ് ആണോ ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ആണോ?
സ്ക്വയർ ടേം വരുമ്പോഴത്തേക്ക് എലോങ് ദി ആക്സിസ് ആണ് വരുന്നത്. സോ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. എലോങ് ദി ആക്സിസിൽ കൂടെ പാസ് ചെയ്യുക. എക്സ് ആക്സിസിലൂടെയും കടന്നു പോകണം, വൈ ആക്സിസിലൂടെയും കടന്നു പോകണം. ഇതാണ് നമുക്ക് ഷേപ്പിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഷേപ്പ് എക്സ് ആക്സിസ്, പി എക്സ്, പി വൈ, പി സെഡ്, പിന്നെ ഡീൻ്റെ 5 ഷേപ്പുകൾ. ഓക്കെ, പിന്നെ എഫിൻ്റെ ഡിഫ്യൂസ്ഡ് ആണ്, കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നോഡ് എന്താണെന്ന് നോക്കാം. നോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റീജിയൻ വേർ ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി. എന്താണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സൈ സ്ക്വയർ വെച്ചിട്ടാണ്. സൈക്ക് ഫിസിക്കൽ മീനിങ് ഒന്നുമില്ല, പക്ഷേ പ്രോബബിലിറ്റിയെ കാണിക്കുന്നത് സൈ സ്ക്വയർ എന്ന് പറയുന്ന ടേമാണ്. ഓക്കെ, അപ്പോൾ ആ പ്രോബബിലിറ്റി ഡെൻസിറ്റി 0 ആവുന്ന ഏരിയാസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി 0 ആയിരിക്കും. നമുക്ക് അവിടെ ഇലക്ട്രോണിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള സർഫസിനെയാണ് നമ്മൾ നോഡൽ സർഫസ് അല്ലെങ്കിൽ നോഡ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് നോഡ്സ് ആണുള്ളത്, റേഡിയൽ നോഡും അതുപോലെ ആംഗുലാർ നോഡും. റേഡിയൽ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫെറിക്കൽ സർഫസുകളായിരിക്കും. അതായത് നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും സ്ഫെറിക്കലി എവിടെയൊക്കെയാണ് ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി 0 ആവുന്നത്, അതാണ് റേഡിയൽ നോഡ് എന്ന് പറയുന്നത്. എന്നാൽ ആംഗുലാർ നോഡ് എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ ആയിരിക്കത്തില്ല, അവർ പ്ലാനാർ ആയിരിക്കും, ഒരു കോൺ പോലെയൊക്കെ ഇരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് 2 ടൈപ്പ് നോഡ് വരുന്നത്, റേഡിയൽ നോഡും ആംഗുലാർ നോഡും. റേഡിയൽ നോഡ്സ് ആർ സ്ഫെറിക്കൽ സർഫസസ്, ആംഗുലാർ നോഡ്സ് ആർ പ്ലാനാർ സർഫസസ് അല്ലെങ്കിൽ കോൺസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവരുടെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. അതായത് റേഡിയൽ നോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ മൈനസ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ മൈനസ് 1 ആയിരിക്കും. നമ്പർ ഓഫ് ആംഗുലാർ നോഡ്സ് എന്ന് പറഞ്ഞാൽ ദിസ് വിൽ ബി ഈക്വലൻ ടു നമ്പർ ഓഫ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇപ്പോൾ 2s ഓർബിറ്റൽ, ഇതിൻ്റെ റേഡിയൽ നോഡ്, ആംഗുലാർ നോഡ്, ടോട്ടൽ നോഡ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവരുടെ n വാല്യൂ l വാല്യൂ അങ്ങോട്ട് എഴുതി വെക്കുക. n വാല്യൂ എത്രയായിരിക്കും? 2 ആയിരിക്കും. l വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ റേഡിയൽ നോഡ് എന്ന് പറയുന്നത് n-l-1 ആയിരിക്കും. n-l-1 എന്ന് പറഞ്ഞാൽ 2 - 0 - 1 ആയിരിക്കും, അതായത് 1 ആയിരിക്കും അല്ലേ? ഇനി ആംഗുലാർ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈക്വലാണ്? എല്ലിന് ഈക്വലാണ്. അതായത് എൽ വാല്യൂ എത്രയാണ്? 0. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എസ് ഓർബിറ്റലിന് ആംഗുലാർ നോഡ് കാണത്തില്ല കേട്ടോ. എസ് ഓർബിറ്റൽ സ്ഫെറിക്കൽ നോഡ് അല്ലെങ്കിൽ റേഡിയൽ നോഡ് മാത്രമേ കാണത്തുള്ളൂ, ആംഗുലാർ നോഡ് കാണത്തില്ല. സോ ടോട്ടൽ നോഡ് എത്ര ആയിരിക്കും? n-1 അല്ലെങ്കിൽ ഈ 1 തന്നെ ആയിരിക്കും. ഇത് 0 അല്ലേ, 1ഉം 0യും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അല്ലെങ്കിൽ 2 - 1 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മൾ നോഡ്സ് കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി റേഡിയൽ, ആംഗുലാർ ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് ഓഫ് 3p, 3s ആൻഡ് 3d ഓർബിറ്റൽ. അപ്പം നമുക്ക് ആദ്യം 3pയുടെ കേസ് നോക്കാം. 3pയുടെ കേസിൽ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഇനി റേഡിയൽ നോഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? n-l-1. n എത്രയാണ്? 3. l എത്രയാണ്? 1 - 1 എത്ര കിട്ടും? 3, 2. നമുക്ക് 1 കിട്ടും, ഒരു റേഡിയൽ നോഡ് കിട്ടും. ഇനി ഇതിൻ്റെ ആംഗുലാർ നോഡ് എങ്ങനെ കണ്ടുപിടിക്കും? ആംഗുലാർ നോഡ് ഈസ് ഈക്വൽ ടു എൽ വാല്യൂ ആയിരിക്കും. എൽ വാല്യൂ എത്രയാണ്? 1 ആണ്. ടോട്ടൽ നോഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇത് രണ്ടും കൂടെ റേഡിയൽ നോഡും ആംഗുലാർ നോഡും കൂടെ കൂട്ടിയാൽ പോരെ? എത്രയായിരിക്കും? 2 ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ n-1 ചെയ്ത് നോക്കിയാൽ മതി. 3 - 1 എന്തായിരിക്കും? 2 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് നോഡ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3pയുടെ നമ്പർ ഓഫ് നോഡ്സ് കിട്ടിയില്ലേ? ഇനി അടുത്ത് നമുക്ക് 2sൻ്റെ നോക്കാം. 2sൻ്റെത് റേഡിയൽ നോഡ് എത്രയാണ്? n-l-1. ഇവിടുത്തെ n വാല്യൂ എത്രയാണ്? 2 ആണ്. l വാല്യൂ എത്രയാണ്? 0 ആണ്. പിന്നെ ഒരു -1 കൂടെ. അപ്പോൾ 2 - 1 1. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ എസ് ഓർബിറ്റൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആംഗുലാർ നോഡ് കാണത്തില്ല. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും ടോട്ടൽ നോഡ്. എത്ര തന്നെയാണ് ടോട്ടൽ നോഡ് വരുന്നത്? 1 തന്നെയാണ് വരുന്നത്. ഓക്കെ, അടുത്തത് 3d ഓർബിറ്റൽ നോക്കാം. 3d n വാല്യൂ എത്രയാണ്? 3 ആണ്. l വാല്യൂ എത്രയാണ്? 2 ആണ്. സോ നമുക്ക് ആദ്യം റേഡിയൽ നോഡ് കണ്ടുപിടിക്കാം. n-l-1.
അപ്പോൾ n എത്രയാണ്? 3 ആണ്. L എത്രയാണ്? 3 മൈനസ് 2 മൈനസ് 1. റേഡിയൽ നോഡ് എത്ര വരും? 0 വരും. ഇനി ആംഗുലാർ നോഡ്. ആംഗുലാർ നോഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അത് എല്ലിന് ഈക്വൽ ആയിരിക്കും. ഡി ആകുമ്പോഴത്തേക്ക് എന്താ എൽ വാല്യൂ വരുന്നത്? 2 ആണ് വരുന്നത്. ഓക്കെ. ടോട്ടൽ നോഡ് എത്രയാണ്? ഒന്നെങ്കിൽ നമുക്ക് n-1 3-1 2 ചെയ്യാം, അല്ലെങ്കിൽ റേഡിയൽ നോഡും ആംഗുലാർ നോഡും കൂടെ കൂട്ടിയാൽ മതി. റേഡിയൽ നോഡ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 0 വന്നു. ആംഗുലാർ നോഡ് എന്ന് പറയുന്നത് 2 വന്നു. അപ്പോൾ ടോട്ടൽ എത്ര വരും? 2 വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ആംഗുലാർ നോഡ്സും റേഡിയൽ നോഡ്സും.